ഇന്ന് രാവിലെ നമ്മൾ കേട്ട ഒരു വാർത്തയാണ് ഗുരുവായൂരിൽ 65-കാരിയെ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തി എന്നുള്ളൊരു വാർത്ത. ഈ വാർത്ത കേട്ടപ്പോൾ ആദ്യം നമ്മളെല്ലാം വിചാരിച്ചത് എന്താ, എന്തെങ്കിലും മോഷണ ശ്രമത്തിനിടെയാണോ, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുള്ളവരാണോ, അല്ലെങ്കിൽ അവരുടെ ഇനി മക്കളോ ആരെങ്കിലും ആണോ എന്നുള്ള തരത്തിൽ നമുക്ക് പലവിധ സംശയങ്ങളും ഉണ്ടായി. ഏതായാലും കുറേ കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ മാറി മാറി വരാൻ തുടങ്ങി. അവരൊരു ലൈംഗിക തൊഴിലാളിയാണെന്ന് പറയുന്നുണ്ട്. 65 വയസ്സാണ് അവരുടെ പ്രായം. ഗുരുവായൂരും പരിസര പ്രദേശങ്ങളിലും ചുറ്റിത്തിരിയുന്നയാളാണ്. അതുപോലെ തന്നെ ഈ ഒരു മൃതദേഹം കണ്ടെത്തിയത് അവിടെ റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള ഒരു വാടക വീടുണ്ട്, വാടക വീടിൻ്റെ കിണറ്റിലാണ് എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇങ്ങനെ പുറത്തു വന്നത്. പിന്നീട് പ്രതിയെ പറ്റി അന്വേഷിച്ചപ്പോൾ സുരേഷ് കുമാർ എന്നാണ് അയാളുടെ പേര്. അയാൾ പെരുമ്പാവൂർ സ്വദേശിയാണ്. വീടോ നാടോ ആയിട്ട് യാതൊരു ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. ജോലി ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം രണ്ടെണ്ണം അടിക്കുക, പിന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറച്ച് പൈസക്ക് വരുന്ന ആരുടെയെങ്കിലും കൂടെ പോകുക. അതായത് ഈ 65 വയസ്സുള്ള ഒരു സ്ത്രീ ഇത് ചെയ്യണമെങ്കിൽ അവരെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ ചെയ്യുന്ന തൊഴിലായിരിക്കും. അതായത് ഈ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പറയുന്നുണ്ട് വല്ല ജോലിയെടുത്ത് ജീവിച്ചോടെയെന്ന്. ജോലി എടുക്കാൻ കഴിയില്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും അടിച്ചു വാരി കൊടുത്താൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു 500 രൂപ കിട്ടും. പിന്നെ എന്തിനാണ് ഈ 65 വയസ്സുള്ള ഈ സ്ത്രീ ഇമാതിരി പോക്കൃത്തത്തിന് പോയത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ ഇങ്ങനെ വരുന്നവന്മാരൊക്കെ, ഈ 65 വയസ്സുകാരുടെ അടുത്ത് വരുന്നവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ക്രിമിനലുകളായിരിക്കും. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ആൾക്കാരൊന്നുമല്ല വരുക. അതുകൊണ്ട് തന്നെ ഇവർ വളരെയധികം സൂക്ഷിക്കേണ്ടതല്ലേ. ഏതായാലും ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് വെള്ളമടിക്കുകയാണ് ഈ സുരേഷും അതുപോലെ തന്നെ വേറൊരു ചങ്ങാതിയും. വെള്ളമടിച്ചു, നല്ല സംസാരിച്ചിരിക്കുന്നുണ്ട് രണ്ടുപേരും എന്ന് പറഞ്ഞാൽ നല്ല കൂട്ടാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ മറ്റേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയത്. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആരെങ്കിലും വേണം, വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു വെറി നിൽക്കത്തില്ല, ആരെങ്കിലും കൂടെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഇയാളിങ്ങനെ പറയാൻ തുടങ്ങും. ഇത് കേട്ടപ്പോഴും മറ്റവനും പറഞ്ഞു, അതായത് കൂട്ടുകാരനും പറഞ്ഞു എനിക്കും അതുപോലെ തന്നെയാണ്. എനിക്കെന്ന് പറഞ്ഞാൽ പ്രായവും കൂടി ഒരു പ്രശ്നമല്ല, സുരേഷിൻ്റെ പ്രായമൊന്നും പ്രശ്നമല്ല, ആരെങ്കിലും ഒരു ഇത് കിട്ടിയാൽ മതി, അയാൾക്ക് ആരെങ്കിലുമായിട്ട് വെള്ളടിച്ച് കഴിഞ്ഞാൽ പിന്നെ ബന്ധപ്പെടണം. അങ്ങനെ പറയുമ്പോഴാണ് മറ്റേ കൂട്ടുകാരൻ പറഞ്ഞത് നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകാം. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അവിടെ ഇരിക്കുന്നത് അള്ളയുണ്ടല്ലോ, അതിനെ ഞാൻ മിനിഞ്ഞാന്ന് കൊലപ്പെടുത്തിയിട്ട് കിണറ്റിലിട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോഴും കൂട്ടുകാരൻ ഞെട്ടിപ്പോയി. അതായത് കൂളായിട്ടാണ് പറയുന്നത്. അതായത് ആ സ്ത്രീയെ ഞാൻ മിനിഞ്ഞാന്ന് ഉപയോഗിച്ചാണ്, അതിനെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടുത്ത് കിണറ്റിലിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഇയാൾ ഭയന്നു. ഇയാൾ പെട്ടെന്ന് അവിടെ നിന്നും മദ്യപാന സ്ഥലത്തു നിന്നും നല്ല വലിഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസിൽ പോയിട്ട് വിവരം കൊടുത്തു, ഇതുപോലൊരു സംഭവം നടത്തിയിട്ട്. പോലീസുകാർ നേരെ അയാൾ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോയതിന് ശേഷം പിന്നീട് എന്ന് പറഞ്ഞാൽ സുരേഷിനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപ്പെടുത്തിയിട്ട് കിണറ്റിലിട്ടിട്ടുണ്ട്. അതായത് ഈ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിന് ശേഷമാണ് കൊലപ്പെടുത്തിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആശാൻ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതായാലും വയസ്സായ ഒരു സ്ത്രീയല്ലേ, അതുകൊണ്ട് തന്നെ പൈസ ഒന്നും കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ ഇവൻ മുങ്ങാൻ നോക്കിയപ്പോൾ അവിടെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെ ആ തർക്കത്തിനൊടുവിൽ ഇവൻ പിടിച്ച് തള്ളു എന്തോ ചെയ്തപ്പോഴേ തല പോയിട്ട് ചുമരിനിടിച്ചു, അങ്ങനെ മരണപ്പെട്ടു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലും അതുപോലെ തന്നെ കിണറ്റിൻ്റെ കയറും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ക്രൂരകൃത്യം ചെയ്തത്. അതായത് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പാതി ജീവനോടുകൂടിയായിരിക്കാം. അങ്ങനെ അവിടെ കിണറ്റിൽ താഴ്ത്തിയിട്ട് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നിട്ടൊരു കൂസലുമില്ലാതെ ഇവൻ വന്ന് മദ്യപിക്കുമ്പോഴും മറ്റു പലരോടും ഈ ഒരു കഥ പറയുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു പക്ഷേ ഈ ഒരു സംഭവം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു 4-5 വർഷം കഴിഞ്ഞ്, ഇല്ലെങ്കിൽ ഒരു 20 വർഷം കഴിഞ്ഞ് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കിണർ എന്തെങ്കിലും ആവശ്യത്തിന് വൃത്തിയാക്കുമ്പോഴായിരിക്കാം ഇങ്ങനെയൊരു സംഭവം കാണുന്നത്. അതുവരെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്മാർ പോലും ചിലപ്പോൾ അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർ അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ എവിടെ പോയി എന്ന് ചോദിക്കാനോ ഒരാൾ പോലും ഉണ്ടാവില്ല. ഇപ്പം ഇവരുടെ സ്വദേശം ചേലക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നെന്മേനി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്നുണ്ട്. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് അവിടുന്ന് നാട് വിട്ട് വന്നതായിരിക്കാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതും കൊണ്ട് ഇങ്ങനെ ഉപജീവന മാർഗ്ഗങ്ങൾ കഴിക്കുന്നതായിരിക്കാം. ഒരു 10-40 വയസ്സിൽ ഇവിടെ എത്തിയതായിരിക്കാം. 10-25 വർഷമായിട്ട് ഇതേ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരായിരിക്കാം. അങ്ങനെ രാത്രിയുടെ മറവിൽ ഇതുപോലെയുള്ള തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതുപോലെ തന്നെയാണ് ചിലപ്പോൾ അന്ത്യം ഉണ്ടാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു സമയവും കാര്യമുണ്ട്. കാരണം രാത്രികളിൽ വരുന്നത് മുഴുവൻ എന്ന് പറഞ്ഞാൽ ക്രിമിനലുകളായിരിക്കും. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു സുഖവും അത് കഴിഞ്ഞതിന് ശേഷം അവരെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുക. അങ്ങനെയുള്ള ഒരുപാട് ടീമുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഇവരെയൊന്നും നമുക്ക് കൃത്യമായിട്ട് ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഗതി ഇത് തന്നെയാണ്. അപ്പോൾ ഈ 65 വയസ്സുള്ള ഈ സ്ത്രീക്ക് എന്തെങ്കിലും വല്ല ജോലി, ഗുരുവായൂരിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വീടുകളും അപ്പാർട്ട്മെൻറ്റും അവിടെയൊക്കെ ഉണ്ട്. ഒരുപാട് പേർക്ക് ജോലിക്ക് ആളെ കിട്ടുന്നില്ല എന്നുള്ള പരാതി വരെയുണ്ട്. എന്നിട്ടാണ് ഇമ്മാതിരി കൂതറ പരിപാടിക്ക് പോയിട്ട് മരണം ഇരന്നു വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് ചെയ്തിരിക്കുന്നത്.
അതായത് ഇരന്ന് വാങ്ങിക്കുക. പിന്നെ അവനാണെങ്കിൽ ഈ സുരേഷിനെ പോലെയുള്ള ക്രിമിനലുകൾ അവരാണെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മുടെ സമൂഹത്തിലെ ഒരു വിപത്ത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവനിപ്പോൾ ഈ ഒരു 67 വയസ്സുകാരനെ കിട്ടിയോണ്ട് ആ ഒരു ഇതായി. ഇതിന് മുന്നേ ഇവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതൊക്കെ അന്വേഷിക്കേണ്ടി വരും. അതായത് ഇങ്ങനെയുള്ള ടീമുകൾ, ഇങ്ങനെ നടക്കുന്ന ടീമുകൾ, ഇങ്ങനെ ക്രിമിനൽ വാസനയുള്ളവർ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഏതായാലും പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല ഇവനെ പോലെയുള്ളവരെ നല്ല ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും കൂടി പോലീസ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം ഇവരൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത ഇര ആര്? അതായത് ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ ഗോവിന്ദച്ചാമിയുടെ ആ ഗ്രൂപ്പിൽ പെടുന്നത് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളെ ബന്ധപ്പെടുക, അത് കഴിഞ്ഞതിന് ശേഷം തന്നെ ക്രൂരമായി കൊലപ്പെടുത്തുക. ഒരുപക്ഷെ ഒരു സൈക്കോ ആയിരിക്കാം ഈ സുരേഷൊക്കെ എന്ന് പറഞ്ഞാൽ, സൈക്കോ ആയിരിക്കാം. ഇവൻ്റെയൊക്കെ പഴയ കാലങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ ഒരു ക്ലൂ ലഭിക്കാതിരിക്കില്ല. പണ്ട് നമ്മൾ കണ്ടതാണ് വണ്ടിപ്പുരിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മയെയും മകളെയും മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തി അവന് ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ബന്ധുക്കൾ എല്ലാവരും ഇടപെട്ടിട്ട് ചെറിയ പയ്യനല്ലേ അതുകൊണ്ട് വെറുതെ വിട്ടതാണ്. മനസ്സിലാക്കണം നിങ്ങൾ. അന്ന് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഇന്ന കേസിൽപ്പെട്ട ഒരാളാണ്, സൂക്ഷിക്കണം എന്നുള്ള ഒരു ഇതങ്ങ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇയാളെന്ന് വെറുതെ വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയെയും മകളെയും അവർ രണ്ടുപേരും പരസ്പരം ബോധമുള്ളപ്പോഴാണ് അത് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇവനെ പോലെയുള്ള ക്രിമിനലുകൾ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഉണ്ടാകും. ചിലപ്പോഴെന്ന് പറഞ്ഞ് നമ്മൾ അറിയപ്പെടാതെ, ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ അഡ്രസ്സോ പേരോ ഒന്നും ഇല്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ആരും പരാതി പറയാനോ അല്ലെങ്കിൽ ഇനിയിപ്പോഴും ഈ കേസ് എന്തായി എന്ന് അന്വേഷിക്കാൻ പറ്റിയ ഒരു കുഞ്ഞുണ്ടാവില്ല. ഇപ്പോഴേ ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ അവരെ പറ്റിയിട്ട് ഒരു കേസ് പോലും ആരും അന്വേഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ കേസ് എന്തായി എന്നൊന്നും ചോദിച്ചു പോവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പോലീസുകാരുടെ ഉത്തരവാദിത്വമാണ് ഇവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നത് വരെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ബസ് സ്റ്റാൻഡുകളും അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡുകളും റെയിൽവേകളും നമുക്ക് രാത്രി എന്ന് പറഞ്ഞാൽ പേടി സ്വപ്നം തന്നെയാണ്. അതായത് ഈ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ എപ്പോഴും നടക്കുന്നുണ്ടാകും. അതുപോലെ ബസ് സ്റ്റാൻഡിൻ്റെ ഏതെങ്കിലും ഒരു മൂലയാണെങ്കിൽ ഏത് ജില്ലയിൽ പോയി കഴിഞ്ഞാലും ഉണ്ടാവും. ബസ് സ്റ്റാൻഡിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 പെണ്ണുങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള കുറച്ച് ആൾക്കാരുണ്ടാകും. അങ്ങനെ പിന്നെ അവർ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ വെട്ടലും കുത്തലും ഇതൊക്കെ ഉണ്ടാകും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം തന്നെ, ഇവരൊക്കെ ഇവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും വരുന്ന ഏതെങ്കിലും ഒരുത്തിനെ ആക്രമിച്ചിട്ടെങ്കിലും ഇവർ പൈസ പിടുങ്ങി കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെയുള്ള പല കുറ്റകൃത്യങ്ങളുമാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെ ഇവരെ ഒഴിവാക്കാറ്റ വഴിയുള്ളൂ. അതായത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ഇതിനിടയ്ക്കൊരു വെള്ളടിച്ച് ഒരുത്തൻ്റെ മേലെ പ്രയോഗിക്കുന്നുണ്ടല്ലേ സ്പ്രേ. ആ സ്പ്രേ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവറ്റകളെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നല്ല ചൂരലില്ലേ, ആ ചൂരലും അത് മതി, വേറെയൊന്നും വേണ്ട. മനസ്സിലാക്കണം. എന്തിന് കുറേ ആൾ ജീവിക്കാൻ വേണ്ടിയല്ലേ, ജോലി ചെയ്തിട്ടോ പോയിട്ടായിരുന്നു, ജോലി ചെയ്യലേ ഉണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. ജീവിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി കൂതറ പരിപാടികളാണോ ചെയ്യേണ്ടത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതായാലും സുരേഷിനെയും അതുപോലെ തന്നെ അയാളുടെ കൂട്ടുകാർ ഈ ഒരു കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയ ആൾ, അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നുള്ള അന്വേഷണവും നടത്തിയിട്ട് മാത്രമേ അയാളെ വെളിയിലേക്ക് വിടുകയുള്ളൂ. അയാളെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അതായത് അയാളെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ 65 വയസ്സുകാരിയായ ഈ സ്ത്രീ അവരേതായാലും ഇത് ഇരന്നു വാങ്ങിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വളരെയധികം സൂക്ഷിക്കുക. ഇതുപോലെയുള്ള ക്രിമിനലുകൾ ഇനിയും പലരുടെയും പുറകിലുണ്ടാകും. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സുരേഷ് കുമാർ അയാളെ കണ്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വ്യക്തിയാണോ എന്ന് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. നന്ദി, നമസ്കാരം.